വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന കാട്ടാൽ പുസ്തകമേള 2025 കാണുവാൻ വേണ്ടിയാണ്. കാട്ടാൽ പുസ്തകമേളയും സാംസ്കാരിക സമ്മേളനവും അതുപോലെ 25 വർഷത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അരങ്ങേറുന്നത്. സ്റ്റേജ് പ്രോഗ്രാമുകൾ, നാടകം, ഗാനമേള, കോമഡി, ഡാൻസ്, അങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടികൾ ഇവിടെ സ്റ്റേജിൽ അരങ്ങേറുന്നുണ്ട്. മുൻ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വിപുലമായ ഒരുക്കങ്ങളാണ് കാട്ടാൽ ഫെസ്റ്റിലുള്ളത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മുടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ തന്നെയാണ് കാട്ടാൽ പുസ്തകമേള നടക്കുന്നത്. ഒരുപാട് ഏജൻസീസിൻ്റെ ബുക്ക് സ്റ്റാളുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് മാത്രമല്ല, ഇതിന് പുറമെ ഒത്തിരി പല വിധത്തിലുള്ള സ്റ്റാളുകളും നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഇവിടെ നിന്നും വാങ്ങുവാൻ കഴിയും. വായനാശീലം കുറഞ്ഞു വരുന്ന ഈ തലമുറയ്ക്ക് വായനാശീലം കൂട്ടുവാനും അതുവഴി അറിവുകൾ വർദ്ധിപ്പിക്കുക എന്ന നല്ല സന്ദേശവും ഇതിലുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ പഴയകാല മുട്ടായികളെല്ലാം ഇവിടെ കാണാം. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയി നടന്ന സമയത്തൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ കടകളിൽ നിന്നൊക്കെ 25ഉം 10ഉം പൈസയൊക്കെ കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്ന മുട്ടായികളെല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ നമുക്കൊരു പഴയ ഓർമ്മ നൽകുന്നൊരു കാഴ്ച തന്നെയായിരുന്നു. അവിടെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് പച്ചക്കറികളുടെ വിത്തുകൾ, എല്ലാ പച്ചക്കറികളുടെ വിത്തുകളും കാര്യങ്ങളും കൂടെ ലഭിക്കുന്ന ഒരു സ്റ്റാള് കണ്ടു. അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് എൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ ഓരോ പൂക്കളുടെ, നമുക്ക് വീട്ടിൽ വളർത്താവുന്ന നല്ല മനോഹരമായ പൂക്കളുടെയും വിത്തുകൾ നമുക്ക് കിട്ടുമായിരുന്നു. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം നമ്മൾ ഒത്തിരി ഇതുപോലുള്ള പ്രോഗ്രാമിന് പോകാറുണ്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റാളിൻ്റെ നടുക്ക് മാമ്പഴത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് കണ്ടിട്ടില്ല. എന്തായാലും പലതരത്തിലുള്ള മാങ്ങകൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ നമ്മളതിൻ്റെ അടുത്ത് തൊട്ട് സ്റ്റാളിലെന്ന് പറയുന്നത് പാലക്കാടൻ കൽപ്പാത്തി പപ്പടമാണ്. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ പോകുന്ന എല്ലാ പ്രോഗ്രാമിനും ഇത് കാണാറുണ്ട്. അപ്പം ഇതിന് പാലക്കാട്ടിലുള്ള ഇത് പപ്പടത്തിൻ്റെ പല കളറിൽ പല രുചിയിൽ ഉള്ള പപ്പടവും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് ഏതെടുത്താലും 99 രൂപ വരുന്ന കളിപ്പാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട വലിയ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ 99 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഒരു ഫുഡിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് ബജി, കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്, അങ്ങനെ ഉള്ള കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രൈ ചെയ്ത് അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാണുമ്പോൾ നല്ലൊരു കാഴ്ചയും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ എന്തായാലും അടുത്ത് നമ്മളൊരു കുൽക്കി സർബത്ത് കുടിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഒത്തിരി ഈ കാര്യങ്ങൾ, മുന്തിരിയുടെ, അത് പൈനാപ്പിളിൻ്റെ, അങ്ങനെ ഒത്തിരി ഇതുണ്ടായിരുന്നു അവിടെ. ഇത് നമ്മുടെ ലോക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പേര് എഴുതി മേടിക്കാവുന്ന ലോക്കറ്റും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ വലിയൊരു സ്റ്റാളാണ് ഇതിവിടെ. സാധാരണ അങ്ങനെ ചെരുപ്പിൻ്റെ അങ്ങനെ കാണാറില്ല, പക്ഷേ ഇത് ഭയങ്കര ചെരുപ്പിൻ്റെ വലിയൊരു ഇത് കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി നേരെ നമ്മളതിന് കാണാൻ വേണ്ടി ഒരു പെറ്റ് ഷോ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, അതുപോലെ മത്സ്യങ്ങളുണ്ട്, നമ്മൾ അക്വേറിയത്തിലുള്ള മത്സ്യങ്ങളും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പെറ്റ്സുകളും കാര്യങ്ങളും വേറെയുണ്ട്. അപ്പോൾ ഇതിന് ടിക്കറ്റ് കൗണ്ടറും വലിയതായിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. 40 രൂപയാണ് അകത്ത് കയറി കാണുന്നതിന്. പക്ഷേ ഞാൻ കാണാതെ കയറേണ്ടെന്ന് നിർത്തി തിരിച്ച് നടന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പുറത്ത് അപ്പോൾ ഇവർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി. അപ്പോൾ ഈ പുള്ളി ഇതിനെയും കൊണ്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ ഒരു പാമ്പിരിപ്പുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് നേരെ നടന്നു പോയപ്പോൾ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൈ തട്ടിയപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സാധനം കൈ തട്ടിയെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഈ പാമ്പിലാണ് കൈ തട്ടിയത്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കാഴ്ചകൾ അകത്ത് കാണും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ 40 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ അകത്തോട്ട് പെറ്റ് ഷോപ്പിൽ, അതിനകത്ത് പെറ്റ് ഷോയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കയറി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കൂപ്പണുണ്ട്. ആ കൂപ്പൺ നമുക്ക് നമ്മുടെ പേരും മൊബൈൽ നമ്പറൊക്കെ എഴുതിയിട്ട് ഈ കാണുന്ന നമ്മുടെ ഈ ഡ്രോപ്പ് ബോക്സിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ നേരെ ഇവിടെയുള്ള എന്തൊക്കെയാണ് പെറ്റ് ഷോപ്പിനകത്തുള്ളതെന്ന് കാണാൻ വേണ്ടി കയറിയിട്ടുണ്ട്. കുറേ ക്യാറ്റുകളുണ്ട്. അതിന് തന്നെ കുറേ പലതരത്തിലുള്ള ക്യാറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. ഓരോന്നവരുടെ മേളിലോട്ട് നോക്കി കിടന്നുറങ്ങുന്നുണ്ട്.
അങ്ങനെ നമ്മളെ പെറ്റ് ഷോപ്പിലെ കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് നമ്മുടെ എൻഡിലെത്തുമ്പം നമുക്ക് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നമുക്ക് കുറച്ച് തത്തകൾ, കാര്യങ്ങൾ, അതുപോലെ പാമ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ കാണുകയും അതുപോലെ ഇവരുടെ അടുത്ത് പോയി വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ സെൽഫി കാര്യങ്ങളൊക്കെ ഇവരുടെ കൂടെ നിന്ന് എടുക്കണമെങ്കിൽ ഇവർക്ക് പ്രത്യേകം പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആയാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കാടാൽ പുസ്തകമേളയുടെ നമ്മുടെ കാട്ടാക്കടയിലെ ആ ഒരു ഫെസ്റ്റിവലിൽ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഇറങ്ങുകയാണ്.